ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം തിരുലിഖിതം. ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം, വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും, ഒരു വെള്ളക്കല്ലും ഞാൻ അവന് കൊടുക്കും, അതിൽ ഒരു പുതിയ പേര് കൊത്തിയിരിക്കും, അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ ദൂതുകളെ വെളിപ്പെടുത്തുന്ന വെളിപാടിൻ്റെ ആത്മാവ് നിറയാൻ, ഇപ്പോൾ ആയിരിക്കുന്ന ലോകപ്രകാരമുള്ള അവസ്ഥയിൽ നിന്ന് ഒരു വീണ്ടും ജനന അവസ്ഥയിലേക്ക് നയിക്കുന്ന ആത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ വലിയ ആഗ്രഹത്തോടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. ഇരു കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, ഇപ്പോൾ വ്യാപരിക്കണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. എല്ലാവരും ചേർന്ന് കൈകൾ ഉയർത്തി ഉറക്കെ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. കൊറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം, നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ്. 1 കൊറിന്തോസ് 2:14, ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല, ഇത് ആത്മീയമായി വിവേചിക്കപ്പെടുന്നവയാകയാൽ അവൻ അത് ഗ്രഹിക്കുന്നുമില്ല. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ പ്രഘോഷിക്കപ്പെടുന്ന ദൈവരാജ്യത്തിന്റെ ദൂതുകൾ വിവേചിച്ച് മനസ്സിലാക്കാനും ഉൾപ്പൊരുൾ ഗ്രഹിക്കാനും ലോകത്തിലായിരിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ. പല പാപങ്ങളിലും വേദനയിലും വീഴ്ചയിലും തകർച്ചയിലും ദുഃഖത്തിലും സങ്കടത്തിലും ഇരിക്കുന്ന ഞങ്ങൾ അന്തരങ്ങൾ ഉണർത്തണമേ പരിശുദ്ധാത്മാവേ. 2 കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറയണമേ, നിറഞ്ഞു കവിയണമേ, പരിശുദ്ധാത്മാവേ, കവിഞ്ഞൊഴുകണമേ,
എല്ലാവരും പ്രാർത്ഥിക്കുന്നു, കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓരോ മകനെയും മകളെയും സഹായിക്കണമേ, ഓരോ കുടുംബങ്ങളെയും സഹായിക്കണമേ, ഓരോരുത്തരിലേക്ക് ഇടപെടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാതെ വേദനിച്ചിരിക്കുന്ന ഓരോരുത്തരിലേക്ക് ഇടപെടണമേ. ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ, ദൈവവചനം കേൾക്കുമ്പോൾ ക്ഷീണം വരുന്നവര്, മടുപ്പ് തോന്നുന്നവര്, ഉൾക്കൊള്ളാൻ പറ്റാത്തവര്, ദൈവാനുഭവം നഷ്ടപ്പെട്ടവര്, വിശ്വാസം മങ്ങിപ്പോയവര്, ഓരോരുത്തരിലേക്കും പരിശുദ്ധാത്മാവേ അവിടുന്ന് ഇപ്പോൾ വ്യാപരിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാം തിരുലിഖിതം, ദൈവം അളന്നല്ല ആത്മാവിന് നൽകുന്നത്, ദൈവം അളന്നല്ല ആത്മാവിന് നൽകുന്നത്. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്ന കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ഇരു കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. ആത്മാവിന് ശക്തമായ അഭിഷേകം, ഉന്നതമായ അഭിഷേകം ഈ സമൂഹത്തിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. തളർന്നവർ പുതുജീവൻ പ്രാപിക്കട്ടെ. ഓ, ആത്മീയമായി ദുർബലപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ പുതുശക്തി പ്രാപിക്കട്ടെ. കഴുകനെ പോലെ ചിറകടിച്ച് ഉയരാൻ തക്കവണ്ണം ആത്മാവിന്റെ ഒരു പുതിയ പ്രവാഹം ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാഹത്തോടെ ഉറക്കെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളിൽ വിടുതലിന്റെ ശക്തിയെ, നിറഞ്ഞു കവിയണമേ, സൗഖ്യത്തിന്റെ ശക്തിയെ, ജ്ഞാനത്തിന്റെ അഭിഷേകമേ, സകലത്തെ അറിയുന്നവന് ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുലിഖിതം, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ അന്ധകാരങ്ങൾ തകരുന്നു, രോഗങ്ങൾ നീങ്ങുന്നു, ഭൂതങ്ങൾ ഓടുന്നു, കുടുംബങ്ങളിലും ജീവിതങ്ങളിലും വിടുതലുകൾ സംഭവിക്കുന്നു. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ പേര് സാനി, മംഗലണ്ടാം ഇടവകയിൽ നിന്ന് വരുന്നു. മംഗലഡാം എന്ന് പറഞ്ഞാൽ പാലക്കാട് രൂപതയുടെ ഒരു ഇടവകയാണ് മംഗലഡാം. 15 വർഷമായി എൻ്റെ കൈ ചെതമ്പല് പോലെ പൊട്ടിപ്പൊളിഞ്ഞ അലർജി ആയിരുന്നു. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല, വായിലും അപ്പോൾ പൊട്ടുകയൊക്കെ ചെയ്യാറുണ്ട് ഇതിൻ്റെ അണുക്കള്. അപ്പം കഴിഞ്ഞ സെപ്റ്റംബർ 25-ാം തീയതി നമ്മുടെ വട്ടായി അച്ഛൻ്റെ, അതായത് കൺവെൻഷന് വന്നപ്പോൾ തന്നെ ചെതമ്പല് പോലെയും ചെതലതുപോലെയും വിണ്ടു കീറി ഇരിക്കുന്ന ഒരു കൈയായിട്ടാണ് വന്നത്. അത് എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു? 15 വർഷം. 15 വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ 3-ാമത്തെ ദിവസമായപ്പോൾ കൈയെല്ലാം അങ്ങോട്ട് കൂടി കരിഞ്ഞ ഒരവസ്ഥ, ഒരു കരിഞ്ഞ കളറ് കയ്യിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ട്. അത് കഴിഞ്ഞ് അത് കുറേശ്ശെ മാഞ്ഞ് ഇപ്പൊ പുതിയ ആ കൈയൊന്ന് കാണിച്ച് പുതിയ തൊലി കൊടുത്ത്, പുതിയ കൈ കൊടുത്ത്, നല്ല മാർദ്ദവമുള്ള പുതിയ കൈ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്കുക, വചനം കേട്ട് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയിലിരുന്നു വലിയ ദൈവശക്തി 15 വർഷമായ ആ ഒരു തടസ്സത്തിലേക്ക്, ആ ഒരു ഭാരത്തിലേക്ക്, രോഗത്തിലേക്ക് ദൈവശക്തി അത്ഭുതകരമായി വ്യാപരിച്ച് ഒരിക്കൽ കൂടെ ഈ സമൂഹത്തിൽ രോഗികളായിരിക്കുന്നവർ, ക്ഷീണിച്ചിരിക്കുന്നവർ, തളർന്നിരിക്കുന്നവർ, ദുഃഖത്തിലിരിക്കുന്നവർ, നിരാശയിരിക്കുന്നവർ, ആത്മാന്തി ചെന്നിരിക്കുന്നവർ ഇപ്പോൾ ദൈവശക്തി ഇറങ്ങട്ടെ. ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ, ഇപ്പോൾ സ്പർശിക്കണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ പരിശുദ്ധാത്മാവേ, സംഭവിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ, രോഗത്തിന്റെ കോട്ടകൾ തകരട്ടെ, ഞങ്ങളിൽ നിറയണമേ, ദുർബാധകൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. അഭിഷേകം, ആത്മാവിന്റെ അഭിഷേകം, ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. സ്പർശിക്കണമേ, തൊടണമേ പരിശുദ്ധാത്മാവേ, ഇടപെടണമേ പരിശുദ്ധാത്മാവേ, രോഗികളെ സുഖപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിക്കണമേ പരിശുദ്ധാത്മാവേ, വിശ്വാസമല്ലാത്ത ഹൃദയങ്ങളിൽ വിശ്വാസം നിവേശിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ, കുഞ്ഞുങ്ങളെയും യുവതിവാക്കന്മാരെ പ്രത്യേകം ഇപ്പോൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ സിസ്റ്റർമാരെയും അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം സ്വർഗത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിസ്ഥാനപരമായി ഞാനും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വർഗരാജ്യം സജ്ജീകരിച്ചിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് സ്വർഗം, സ്വർഗരാജ്യം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് തിരുസഭാ മാതാവ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന ഈ പുസ്തകത്തിൽ 1023-ാം ഖണ്ഡികയിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോട് കൂടെ എന്നേക്കും ജീവിക്കുന്നു. അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ്. എന്തെന്നാൽ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ അവർ അവിടുത്തെ മുഖാഭിമുഖം കാണുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. വീണ്ടും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 10:24 പഠിപ്പിക്കുകയാണ്: പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം കന്യകാ മറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ഒപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിന്റെയും സംസർഗം സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. അഗാധതമങ്ങളായ മാനുഷിക അഭിലാഷങ്ങളുടെ പരമാന്തവും നിറവേറലുമാണ് സ്വർഗം. പരമവും സുനിശ്ചിതവുമായ സന്തോഷത്തിന്റെ അവസ്ഥയാണത്. ഹല്ലേലൂയ. വേറൊരു വാക്യം പറഞ്ഞാൽ സ്വർഗം എന്താന്നുള്ളത് വളരെ ഒറ്റ സെന്റൻസിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 10:27 ഖണ്ഡികയിൽ പഠിപ്പിക്കുന്നുണ്ട്: ദൈവത്തോടും ക്രിസ്തുവിലുള്ള എല്ലാവരോടും ഒപ്പമുള്ള ഭാഗ്യപ്പെട്ട ജീവിതം. മാലാഖമാരോടും വിശുദ്ധരോടും മാതാവിനോടും സ്ലീഹന്മാരോടും പ്രവാചകന്മാരോടും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പുണ്യജീവിതം നയിച്ച് മരിച്ചുപോയ പുണ്യപിതാക്കന്മാരോടൊക്കെ ചേർന്നുള്ള ഭാഗ്യപ്പെട്ട സന്തോഷത്തിന്റെ നിത്യമായ ഒരു അവസ്ഥയാണ് സ്വർഗം എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് നമുക്ക് നേരെ അവിടെ പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഒരു റിപ്പോർട്ട് തരാൻ നമുക്ക് ആരും ഇല്ലാതെ പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതിനെക്കുറിച്ച് ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞ ദൈവിക ജ്ഞാനം നിറഞ്ഞവർ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഏറ്റവും അധികമായി ഇതിനെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ദൈവപുത്രനായ യേശുവാണ്. യേശു വന്നത് സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ പക്കൽ നിന്നാണ്. യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയത് സ്വർഗത്തിലേക്കാണ്.
വിശുദ്ധ ലിഖിതങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതിനുശേഷം ഈ ഭൂമിയിലെ ജീവിത കാലഘട്ടത്തിൽ യേശു പ്രബോധനം കൊടുത്തപ്പോൾ അടിസ്ഥാനപരമായി യേശു കൊടുത്ത പ്രബോധനം സ്വർഗത്തിൽ നിക്ഷേപത്തെ കരുതി വെക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈശോ നൽകിയ പ്രബോധനങ്ങളിൽ സ്വർഗരാജ്യത്തിലെ ജീവിതത്തിനെ കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 43-ാം തിരുലിഖിതം. വചനം പഠിപ്പിക്കുകയാണ്, അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്വർഗത്തെ കുറിച്ച് യേശു നമുക്ക് ചില വെളിപ്പെടുത്തലുകൾ നൽകിയിരിക്കുകയാണ്. അതിൽ ഒരു വെളിപ്പെടുത്തൽ ഇങ്ങനെ ഈശോ പഠിപ്പിക്കുകയാണ്, അവിടെ സ്വർഗത്തിൽ നമ്മൾ എല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ തന്നെ പ്രകാശിക്കാൻ തുടങ്ങും. ഓരോരുത്തരും ഓരോ സൂര്യനെ പോലെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ടുകൊണ്ടിരിക്കും നിങ്ങളും, ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ഞാനും ഒക്കെ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഓരോ സൂര്യന്മാര്, ഓരോരുത്തരുടെയും സൽപ്രവൃത്തികളുടെ തോതനുസരിച്ച് പ്രകാശത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ചിലർ ഉഗ്ര സൂര്യന്മാരായിരിക്കും, ചിലർ മിന്നാമിനിങ് പോലെയൊക്കെ ആയിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, പിതാവിന്റെ രാജ്യത്തിൽ നമ്മൾ ഒരു സൂര്യനെ പോലെ പ്രശോഭിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ വേറെ സൂര്യൻ ഇല്ല, സ്വർഗത്തിൽ വേറെ വിളക്കുകളില്ല. ഓരോരുത്തരും തന്നെ അങ്ങോട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വസ്ത്രങ്ങളെല്ലാം പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നമ്മുടെ സാന്നിധ്യം പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നമ്മുടെ മുഖം പ്രകാശം കൊണ്ട്. ഓരോരുത്തരും ഓരോ സൂര്യന്മാർ, സഞ്ചരിക്കുന്ന സൂര്യന്മാരുടെ രാജ്യമാണ് സ്വർഗരാജ്യം. ഇതിനെക്കുറിച്ച് വെളിപാടിന്റെ ഗ്രന്ഥത്തിൽ 22-ാം അധ്യായം 5-ാം തിരുലിഖിതം, ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല, ദീപത്തിന്റെ വെളിച്ചമോ സൂര്യന്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു, അവർ എന്നേക്കും വാഴുന്നു. അവിടെ സൂര്യനില്ല, കർത്താവ് നിത്യസൂര്യനായി അവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 23-ഉം 24-ഉം തിരുലിഖിതങ്ങൾ, നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. അതിന്റെ ദീപം കുഞ്ഞാടാണ്, അതിന്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കുന്നു. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരുന്നു. അതിന്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല, അവിടെ ആകട്ടെ രാത്രി ഇല്ലതാനും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രിയില്ലാത്ത രാജ്യം, ഉദയോ അസ്തമയോ ഇല്ലാത്ത രാജ്യം, നിത്യമായ പ്രകാശത്തിന്റെ രാജ്യമാണ് സ്വർഗരാജ്യം. നമ്മൾ ഓരോരുത്തരും സൂര്യന്മാരായി പ്രകാശിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, കുഞ്ഞാട് അതിന്റെ ദീപമായി പ്രകാശിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗീയ പ്രകാശ ധോരണിയാൽ നിറഞ്ഞിരിക്കുന്ന മഹാസന്തോഷത്തിന്റെ സ്ഥലമാണത്. യൂത്ത് കാറ്റഗിസം, യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള മതബോധന ഗ്രന്ഥം. ആ മതബോധന ഗ്രന്ഥത്തിൽ മാർപ്പാപ്പ ലോകമെമ്പാടുമുള്ള യുവജനങ്ങളോട് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. യുവജനങ്ങളുടെ മതബോധന ഗ്രന്ഥത്തിൽ 158-ാമത്തെ ഖണ്ഡിക യു കാറ്റ് എന്ന ആ പുസ്തകത്തിൽ 158-ാമത്തെ ഖണ്ഡികയിൽ മാർപ്പാപ്പ പഠിപ്പിക്കുകയാണ്, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും കൂടെ ദൈവത്തോടൊപ്പം നമുക്ക് എന്നേക്കും സന്തോഷിക്കാൻ കഴിയും. ആ അവസ്ഥയുടെ പേരാണ് സ്വർഗം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഈ പുസ്തകത്തിൽ, യു കാറ്റ് എന്ന പുസ്തകത്തിൽ, C.S. ലേവിസ് എന്ന മഹാപണ്ഡിതൻ സ്വർഗത്തെ കുറിച്ച് പഠിപ്പിച്ചിരിക്കുകയാണ്. സ്വർഗത്തിലുള്ള നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണെന്ന് തോന്നും, കാരണം നിങ്ങൾ അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. സ്വർഗത്തിലുള്ള നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തോന്നും, കാരണം നിങ്ങൾ അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഹല്ലേലൂയ. നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന നിത്യകൂടാരം കാണുമ്പോൾ, നമ്മുടെ വസതി കാണുമ്പോൾ, ഇത് സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ച സ്ഥലമായി നമുക്ക് തോന്നും. ഇത് ഈശോ തന്നെ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ
25-ാം അധ്യായത്തിൽ 34-ാം തിരുലിഖിതം, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവീൻ. വലതുവശത്ത് നിൽക്കുന്ന ഭാഗ്യപ്പെട്ടവരോട്, ഈ ലോകത്തിൽ യുദ്ധം ചെയ്ത് വിജയം നേടി തന്റെ വലതുവശത്തേക്ക് നീക്കപ്പെട്ടവരോട്, ഇതാ നിത്യവിധിയാളനായ കർത്താവ് അന്തിമ ദിനത്തിലെ പുനരുദ്ധാനത്തിൽ, അന്തിമ വിധി ദിവസത്തിൽ പ്രഖ്യാപിക്കുകയാണ്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യത്തെ അവകാശപ്പെടുത്തുവീൻ. അപ്പോൾ ഈ സ്വർഗരാജ്യത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ്, ഞാനും നിങ്ങളും സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് നിങ്ങൾക്കുള്ള ഓഹരി കാണുമ്പോൾ അത് എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടുള്ളതാണെന്ന് തോന്നത്തക്ക വിധം ഇറ്റ് ഈസ് വെരി സ്പെഷ്യൽ, ഇറ്റ് ഈസ് വെരി വെരി സ്പെഷ്യൽ ആൻഡ് വെരി വെരി യൂണീക്ക്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ പഠിപ്പിക്കുകയാണ്, അത് ഇന്നും ഇന്നലെ സൃഷ്ടിച്ച, അത് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ, നമ്മൾ ജനിച്ചതിന് ശേഷം ഉണ്ടാക്കിയതെന്ന് വിചാരിക്കരുത്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ മാതാപിതാക്കന്മാർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആദ്യം എനിക്ക് വേണ്ടി എൻ്റെ പിതാവ് നിത്യമായ രാജ്യത്തെ ഉണ്ടാക്കി, നിത്യ കൂടാരത്തെ ഉണ്ടാക്കി. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ഇടം സജ്ജമാക്കിയിട്ടുണ്ട്, എനിക്ക് വേണ്ടി നഗരം സജ്ജമാക്കിയിട്ടുണ്ട്, എനിക്ക് വേണ്ടി രാജ്യം സജ്ജമാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകസ്ഥാപനം മുതൽ എൻ്റെ പിതാവ് എനിക്കായി രാജ്യത്തെ സജ്ജമാക്കിയിരിക്കുന്നു. ഞാനും നിങ്ങളും അത് ഗ്രഹിക്കണം. എഴുന്നേറ്റ് നിൽക്കാം. ഓ, എന്നെ ഓർക്കുന്ന എൻ്റെ ദൈവം, വിശുദ്ധിയുടെ ജീവിതത്തെ മാനിക്കുന്ന എൻ്റെ കർത്താവ് എനിക്കായി രാജ്യത്തെ ഒരുക്കിയിരിക്കുന്നല്ലോ. ഹൃദയം എളിമപ്പെടുത്താം. ആ നിത്യമായ രാജ്യത്തെത്താനുള്ള വലിയ ആഗ്രഹത്തോടെ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നീതിമാനെ ഓർത്തിടുന്ന ദൈവം വീണ്ടും നീതിമാനായി വന്നിടുമേ വാനിൽ. പാപി നിന്നെ വിളിക്കുന്നു താതൻ, നിന്റെ പാപം വിട്ടു വന്നിടുക വേഗം. യേശുവേ, വാനി യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിലവനിടം താ. പിതാവേ, നിൻ ഹൃദയത്തിലവനിടം താ, നിൻ ഹൃദയത്തിലവനിടം താ, നിൻ ഹൃദയത്തിലവനിടം താ. പ്രൈസ് ദി ലോർഡ്. യേശുവേ, ഓ എൻ ജീവനേ, ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ, മാവായെന്നിൽ നിറഞ്ഞിടുവാൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് എളിമപ്പെടുത്താം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 25-ാം വാക്യം, വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു നിന്ന് മുട്ടാൻ തുടങ്ങും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണ് ഞാൻ അറിയുന്നില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവീൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇരു കരങ്ങളും രക്ഷിതാവായ യേശുവിങ്കലേക്ക് ഉയർത്തി
മകനെ മകളെ നിത്യരക്ഷയുടെ ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. രക്ഷയുടെ മണിക്കൂറിന് തിരിച്ചറിയുക. കർത്താവ് തരുന്ന ഈ അത്ഭുത നിമിഷത്തെ നീ തിരിച്ചറിയുക. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ, യേശുവേ 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 യേശുവേ. എല്ലാവരും വിളിക്കുന്നു, കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന. കാലങ്ങളായി പാപത്തിലും തിന്മയിലും വെറുപ്പിലും വിദ്വേഷത്തിലും അന്ധകാരത്തിലും ദുർപീഡകൾ കഴിയുന്ന ഓരോ മകനിൽ നിന്നും ഓരോ മകളിൽ നിന്നും അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഛിന്നഭിന്നമാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. തിന്മകളും അതിന്റെ ആധിപത്യങ്ങളും പാപങ്ങളും അതിന്റെ എല്ലാ ബന്ധനങ്ങളും എല്ലാ ദുർഭരണങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, സ്വർഗത്തെ കുറിച്ചുള്ള അവ്യക്തത, സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്ന അവസ്ഥ, ലോകത്തിന് അടിമയായിരിക്കുന്ന അവസ്ഥ, ലോകപ്രകാരം ജീവിക്കുന്ന ഓരോരുത്തരിൽ നിന്നും ലോകത്തിന്റെ അരൂപികളെ യേശുനാമത്തിൽ ശാസിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന. എൻ ജീവനേ ഹായൻ ഹൃദയത്തിൻ സൗ